പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ കോളേജുകളിലെ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി അഡ്മിഷന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി ആരംഭിച്ചു. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതിലേക്ക് ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ആക്സസ് കോഡ് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് നൽകി ലോഗിൻ ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാവുന്നതാണ്. അതിൽ പ്രസ് ചെയ്യുക. ഉടനെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതിവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകി സബ്മിറ്റ് എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇനി ഓപ്ഷൻ നൽകുന്നതിന് മുമ്പായി എല്ലാ വിദ്യാർത്ഥികളും ഒരു തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് നൽകേണ്ടതുണ്ട്. ഇവിടെ 2000 രൂപയാണ്. ആ ഒരു തുക പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള കോളേജുകളുടെ ലിസ്റ്റ് വരികയുള്ളൂ. ഈ ഒരു തുക നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഫീസിലേക്ക് പരിഗണിക്കുന്നതാണ്. അതേസമയം അലോട്ട്മെൻറ്റുകളൊന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള തുക അവസാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരുന്നതായിരിക്കും. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചു നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള തുക നഷ്ടപ്പെടുന്നതുമായിരിക്കും. ഓപ്ഷൻ നൽകാവുന്ന ലാസ്റ്റ് ഡേറ്റ് 5/8/2024 രാവിലെ 11 മണി വരെയാണ്. 4/8/2024 ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അതിനുശേഷം ഒരു പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് 7/8/2024 വരുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്തും അതുപോലെ തന്നെ 5/8/2024 വരെയും എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷനിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ മാറ്റങ്ങൾ വരുത്താം. അതായത് പുതിയ ഓപ്ഷൻ നൽകാം, പഴയത് ഡിലീറ്റ് ചെയ്യാം, നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാം. ഇതെല്ലാം സാധിക്കുന്നതാണ്. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക 8/8/2024 അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും ഓൺലൈനിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നത്. ഗവൺമെൻറ് കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർക്ക് 8500ഓളം രൂപയാണ് വരിക. സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ലഭിക്കുന്നത് എങ്കിൽ 10000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് സാധാരണ വർഷങ്ങളിൽ വരാറുള്ളത്. ഏകദേശം ഇതേ തുക തന്നെയാണ് ഫാർമസി B.Pharm അഡ്മിഷൻ ലഭിച്ചാലും നിങ്ങൾ ടോക്കൺ ഫീ ആയിട്ട് നൽകേണ്ടി വരിക. ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യത്തിനനുസരിച്ച് B.Pharm കോഴ്സിലേക്കും അതുപോലെ തന്നെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനിയുള്ള വിവിധ അഡ്മിഷൻ ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോകൾ ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നമുക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.